ഹായ്, എല്ലാവർക്കും ട്രിക്ട്രെയിനിലെ യൂട്യൂബ് സെക്ഷനിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഏവരും കാത്തിരുന്ന 2026 കേരള മന്ത്രിസഭ മന്ത്രിമാരും വകുപ്പുകളെല്ലാം വന്നിട്ടുണ്ട്. നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം, അവയുമായി ബന്ധപ്പെട്ട് ആർക്കൊക്കെ ഏതൊക്കെ വകുപ്പുകളാണ് എന്നുള്ളത് നമുക്കൊരു കോഡിലൂടെ എന്ത് ചെയ്യാം, നോക്കുമല്ലേ പഠിച്ചു പോകാം. അങ്ങനെ കേരള മന്ത്രിസഭയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമുക്കറിയാം, നമുക്ക് നിലവിൽ ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് വി.ഡി. സതീശനാണ്. കേരള മുഖ്യമന്ത്രി എറണാകുളം ജില്ലയിലെ പറവൂരിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു വന്ന വി.ഡി. സതീശനാണ് കേരളത്തിലെ നിലവിലെ മുഖ്യമന്ത്രി. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ നോക്കൂ. ഒന്ന് പൊതുഭരണം, ആസൂത്രണം, ധനകാര്യം, തുറമുഖം, നിയമം. ഇതുകൂടാതെ അദ്ദേഹത്തിന് ഒട്ടനവധി വകുപ്പുകൾ കൂടിയുണ്ട്. നമുക്കിത് പ്രധാനപ്പെട്ട ഈ 4 വകുപ്പുകളാണ്. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുന്നു. പൊതുഭരണമുണ്ട്, ആസൂത്രണമുണ്ട്, ധനകാര്യമുണ്ട്, തുറമുഖമുണ്ട്, നിയമമുണ്ട്. നമുക്കിതൊന്ന് കണക്ട് ചെയ്യണ്ടേ? ഒന്ന് നോക്കിക്കോ. മുഖ്യമന്ത്രിയാണ് വി.ഡി. സതീശൻ എന്ന് നമുക്കറിയാം. അപ്പം പിന്നെ അവിടെ നമുക്ക് പുള്ളിക്കാരൻ ആര് എന്നൊരു ചോദ്യം നമുക്ക് വരത്തില്ല. നോക്കൂ, പൊതുഭരണവും ആസൂത്രണവും നിയമം വഴി കൈകാര്യം ചെയ്യാൻ എന്ത് വേണം? ധനം വേണം എന്ന് ചിന്തിക്കുക. അപ്പൊ പൊതുഭരണവും ആസൂത്രണവും നിയമം വഴി കൈകാര്യം ചെയ്യാൻ ധനം വേണം. അതിനുവേണ്ടി എങ്ങോട്ട് പോയി? തുറമുഖത്ത് പോയി എന്ന് ചിന്തിക്കുക. അപ്പൊ പൊതുഭരണമുണ്ട്, ആസൂത്രണമുണ്ട്, നിയമമുണ്ട്, ധനമുണ്ട്, മറ്റൊന്ന് തുറമുഖം. ആര് കൈകാര്യം ചെയ്യുന്നു? വി.ഡി. സതീശനാണ്. അപ്പോൾ ഇതൊന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊന്ന് ക്യാച്ച് ആവും എന്നുള്ളതാണ്. കാരണം ഈ മന്ത്രിസഭയിൽ പലരുടെ പേരും വെച്ച് നമുക്ക് കോഡുണ്ടാക്കാനൊക്കെ ഇത്തിരി നല്ല പാടുപെട്ടു എന്നുള്ളതാണ് കാര്യം. ആദ്യം കുറേ മന്ത്രിമാർ വന്നു, അവരുടെ വകുപ്പുകളൊക്കെ മാറി, വീണ്ടും അവർ വന്നു, പെട്ടു. എന്നിരുന്നാലും നമ്മൾ ഒരു ഇത് ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വി.ഡി. സതീശൻ ചോദിച്ചാൽ കിട്ടണം. ശേഷം നമ്മൾ പ്രവേശിക്കുന്നു രമേശ് ചെന്നിത്തല. ആലപ്പുഴയിലെ ഹരിപ്പാട് നിന്നും വിജയിച്ചു വന്ന രമേശ് ചെന്നിത്തല. ഒപ്പം അവർ വിജയിച്ചു വന്ന നിയോജക മണ്ഡലം കൂടി എന്ത് ചെയ്യുക, ഒന്ന് നോക്കി വെച്ചോളുക കേട്ടോ. രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തരവും വിജിലൻസുമാണ്. രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്നത് ആഭ്യന്തരവും വിജിലൻസുമാണ്. ഓക്കെ, നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് സിമ്പിളായിട്ട് കണക്ട് ചെയ്യാം. ആഭ്യന്തര കാര്യത്തിൽ തലയിടുമ്പോൾ വിജിലന്റ് ആയിരിക്കണം എന്ന് ചിന്തിക്കുക. ആഭ്യന്തര കാര്യത്തിൽ തലയിടുമ്പോൾ വിജിലന്റ് ആയിരിക്കണം. ആഭ്യന്തരം, തല, രമേശ് ചെന്നിത്തല, വിജിലന്റ് ആയിരിക്കണം. വിജിലൻസ് ആര് കൈകാര്യം ചെയ്യുന്നു? രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഒന്ന് നോക്കി വെച്ചോളുക. ചോദിക്കും, നിലവിൽ ആരാണ് കേരളത്തിലെ വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി? ആരാണ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് ചോദിച്ചാൽ ആരാണ്? അത് രമേശ് ചെന്നിത്തലയാണ്. അതേ, അവിടെ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നു. സണ്ണി ജോസഫ്. നേരത്തെ അദ്ദേഹത്തിന് റവന്യൂ ആയിരുന്നു, പിന്നീട് അവിടെ നിന്നൊക്കെ മാറുന്നു. സണ്ണി ജോസഫ് കൈകാര്യം ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ. അതിലൊന്ന് വൈദ്യുതി, പരിസ്ഥിതിയാണ്. സണ്ണി ജോസഫ് കണ്ണൂരിലെ പേരാവൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു വന്ന വ്യക്തിയും കൂടിയാണ് സണ്ണി ജോസഫ്. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? വൈദ്യുതിയും കൈകാര്യം ചെയ്യുന്നു, പരിസ്ഥിതിയും കൈകാര്യം ചെയ്യുന്നു. ഈ സണ്ണി എന്ന വാക്ക് നമുക്ക് സൺ എന്നെടുക്കാം. സൂര്യൻ. സൂര്യനിൽ നിന്നും നമുക്ക് സോളാർ വഴി എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പരിസ്ഥിതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് സൂര്യൻ എന്ന് പറയുന്ന. പരിസ്ഥിതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് സൂര്യൻ. സണ്ണി എന്നുള്ളത് സൺ എന്നാണ് അർത്ഥം വരിക. സൺ വഴി നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. സോളാർ വഴി നമുക്ക് എന്ത് ചെയ്യാം? വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. നമുക്ക് പരിസ്ഥിതി പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്നും കൂടിയാണ് സൂര്യൻ എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ മനസ്സിൽ വന്ന ഒരു കാര്യം ഞാൻ ഇവിടെ ആ സ്ലൈഡ് തന്നിട്ടുണ്ട്. അമ്പട കേമ സണ്ണിക്കുട്ട. ഒന്ന് ഓർത്ത് വെച്ചോളുക. സൺ, സൂര്യൻ, സോളാർ വഴി എന്ത് ചെയ്തിട്ടുണ്ട്? വൈദ്യുതി, ഇലക്ട്രിസിറ്റി ആര് കൈകാര്യം ചെയ്യുന്നു ചോദിച്ചാൽ അത് സണ്ണി ജോസഫ്. സോളാർ നമ്മൾ പരിസ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ദോഷം വരാത്ത രീതിയിലാണ് പരിസ്ഥിതി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പരിസ്ഥിതിമാര് തന്നെയാണ് സണ്ണി ജോസഫ്. കിട്ടണം. ശേഷം നമ്മൾ പ്രവേശിക്കുന്നു കെ മുരളീധരൻ. നേരത്തെ വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രിയും കൂടിയാണ് കെ മുരളീധരൻ ആയിരുന്നു. ഇപ്പൊ അദ്ദേഹം ആരോഗ്യം ദേവസ്വം വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. ആരോഗ്യം ദേവസ്വം വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത് കെ മുരളീധരൻ. സിമ്പിളാണ്. മുരളീധരൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കുന്ന കയ്യിലൊരു മുരളിയൊക്കെ ഉള്ളൊരു കൃഷ്ണൻ നമുക്ക് ഓർമ്മയിൽ വരണം. മുരളീധരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണൻ എന്നാണ് അർത്ഥം. കൃഷ്ണൻ. കൃഷ്ണന് മിക്കവാറൊക്കെ എവിടെ ഉണ്ടായിരിക്കും? അമ്പലങ്ങളിൽ ഉണ്ടായിരിക്കും. അമ്പലം അമ്പലം എന്ന് പറയുമ്പോൾ അത് ദേവസ്വത്തിന് കീഴിലാണ് വരുന്നത്. അമ്പലം ദേവസ്വത്തിന് കീഴിലാണ് അമ്പലം വരുന്നത്. നമ്മളിൽ പലരും പോയി അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നത് നല്ല ആരോഗ്യ സുഖം തരണം, നല്ല ആരോഗ്യം വേണമെന്ന് നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാറുണ്ട്. നല്ല ആരോഗ്യം വേണം. കൃഷ്ണനെ അവിടെ പോയിട്ട് നമ്മൾ നല്ല ആരോഗ്യം വേണമെന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? ഇതാ ഒന്ന് ജസ്റ്റ് നോക്കി. അപ്പോൾ കെ മുരളീധരൻ തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിൽ നിന്നും വിജയിച്ചു വന്ന വ്യക്തിയാണ് കെ മുരളീധരൻ. അദ്ദേഹം ആരോഗ്യം ദേവസ്വം. ഇതാ നോക്കിക്കോ, മുരളീധരൻ കയ്യിൽ മുരളിയുള്ള വ്യക്തി മുരളീധരൻ കൃഷ്ണനാണ്. നല്ല ആരോഗ്യം കിട്ടാൻ കോവിലിൽ പോയി അല്ലെങ്കിൽ ടെമ്പിളിൽ പോയി നമ്മൾ പ്രാർത്ഥിക്കുന്നു. നല്ല ആരോഗ്യം എന്ന് പറയുമ്പം ആരോഗ്യ വകുപ്പ്.
കോവില്, ക്ഷേത്രം, ടെമ്പിൾ എല്ലാം എന്തിൻ്റെ കീഴിലാണ്? ദേവസ്വത്തിന് കീഴിലാണെന്ന് നമുക്കറിയാം. ദേവസ്വം ആരോഗ്യം കൈകാര്യം ചെയ്യുന്ന ആരാണ്? ഇതായിരിക്കുന്ന മുരളീധരനാണ് അല്ലെ. ഇതായിരിക്കുന്ന താഴത്തെ ഫോട്ടോ, അവരിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, ക്ലിയർ. ശേഷം എന്താ നമ്മൾ പ്രവേശിക്കുന്നു? PC വിഷ്ണുനാഥ് അല്ലെ. കൊല്ലം ജില്ലയിലെ കുണ്ടറയിൽ നിന്ന് വിജയിച്ചു വന്ന വ്യക്തിയും കൂടിയാണ് PC വിഷ്ണുനാഥ്. 3 പ്രധാനപ്പെട്ട വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. അതിലൊന്ന് വിനോദസഞ്ചാരം, സാംസ്കാരികം, സിനിമ. സിമ്പിളാണ് PC വിഷ്ണുനാഥിനെ. വിനോദസഞ്ചാരം, സാംസ്കാരം, സിനിമ അല്ലെ. സാംസ്കാരികമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആരാ? PC വിഷ്ണുനാഥാണ് അല്ലെ. കേരളത്തിലെ സാംസ്കാരികം അല്ലെ കൾച്ചറൊക്കെ കൈകാര്യം ചെയ്യുന്ന പുള്ളിയാണ്. ടെക്നിൽ കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. ഓക്കെ, വിഷ്ണുനാഥ്. നാദ് എടുക്കുന്നു. നാദ്, നാദം. നാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് ആണോ? അല്ലേ, ആണ്. നാദ്, നാദം, പാട്ട്. കാരണം നമ്മൾ എവിടെയെങ്കിലും വിനോദസഞ്ചാരങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പാട്ട് പാടി പോകുന്നില്ലേ? വിനോദസഞ്ചാരങ്ങൾക്ക് പോകുമ്പോൾ നമ്മൾ സിനിമ കണ്ടു പോകുന്നില്ലേ? ഇതൊക്കെ നമ്മുടെ ഒരു സംസ്കാരത്തിന് ഭാഗമല്ലേ? വിനോദസഞ്ചാരത്തിന് പോകുമ്പോൾ നമ്മൾ പാട്ട് പാടി പോകുന്നു, വിനോദസഞ്ചാരങ്ങൾ വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ സിനിമ കണ്ടുപോകുന്നു അല്ലേ? ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണെന്ന് ചിന്തിച്ചാൽ പോരെ? നോക്കൂ, വിഷ്ണുനാഥ്. നാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദം. വിനോദത്തിന് പോകുമ്പോൾ പാട്ടും സിനിമയും കണ്ടുപോകുന്നതാണ് നമ്മുടെ സംസ്കാരം. ഒരിക്കൽ കൂടി വായിക്കണം. ഒരിക്കൽ കൂടി വായിക്കുമ്പോൾ ഇതിൽ കൂടി സിമ്പിൾ ആയിട്ട് കിട്ടും എന്നുള്ളതാണ്. നോക്കൂ, വിനോദത്തിന് പോകുമ്പോൾ വിനോദ വകുപ്പ്, സിനിമ കൈകാര്യം ചെയ്യുന്നു. സാംസ്കാരിക വകുപ്പ് വിഷ്ണുനാഥ്, നാദം. ഒന്നോർത്ത് വെച്ചോളുക, ശബ്ദം, പാട്ട്. ക്ലിയർ ആണ്. ക്ലിയർ. PC വിഷ്ണുനാഥിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നത് AP അനിൽകുമാറിലേക്കാണ്. AP അനിൽകുമാർ റവന്യൂ ആണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു അല്ലേ. മലപ്പുറം ജില്ലയിലെ വണ്ടൂരിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? വിജയിച്ചു വരുന്നത്. AP അനിൽകുമാർ. അവരുടെ നിയമസഭാ മണ്ഡലം കൂടി എന്ത് ചെയ്യുന്ന നോക്കി വെച്ചോളുക. വണ്ടൂർ അനിൽകുമാർ. അനിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റാണ്. കൊള്ളാം. ഒരു പേരിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം മലയാളത്തിനൊക്കെ ചോദിക്കുന്നത് അനിലൻ കാറ്റാണ്. നോക്ക്, ഇവിടെ നമുക്ക് എന്താ പറയുന്നത്, ന്യൂനമർദ്ദങ്ങളോടൊപ്പം നമുക്ക് കാറ്റുകൾ വരാറില്ലേ? കാറ്റടിക്കാറുണ്ട് അല്ലേ? കാറ്റടിച്ച് നമ്മളെ വീടിനോ മറ്റെന്തെങ്കിലുമൊക്കെ സംഭവിക്കണം, നമ്മളെ കയ്യിലുള്ള റവന്യൂ പോവില്ലേ? പോകും. അനിലൻ കാറ്റ്. എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള റവന്യൂ അല്ലേ, ഏതാ നോക്കിയോ പോകും. അനിലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റാണ്. കാറ്റ് വന്ന് നമുക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ റവന്യൂ പോകും. കാറ്റെന്ന് പറഞ്ഞാൽ അനിലൻ. AP അനിൽകുമാർ എന്ത് കൈകാര്യം ചെയ്യുന്നു? റവന്യൂ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും കൂടിയാണ് AP അനിൽകുമാർ. കിട്ടൂലേ? ഇനി വേറൊരു കാര്യം, AP അനിൽകുമാർ. AP എന്നുള്ളത് നമുക്കൊരു ആപ്പ് എന്നുള്ളത് ഓർത്തിരിക്കാം. ആപ്പിൽ നിന്നല്ലേ ഇപ്പൊ റവന്യൂ ഉണ്ടാക്കുന്ന പലരും അല്ലേ? ആപ്പിൽ നിന്നാണ് റവന്യൂ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയും പഠിക്കാം. ഇപ്പൊ കൂടുതൽ പറയുന്നത് കൊള്ളാം, ഇതായിരുന്നു നല്ലതെന്നുള്ളതായിരിക്കും എനിക്കറിയാം. എന്നിരുന്നാലും നിങ്ങൾ നോക്കി വെച്ചോളുക. AP അനിൽകുമാർ എന്ത് കൈകാര്യം ചെയ്യുന്നു? റവന്യൂ കൈകാര്യം ചെയ്യുന്നു. ശേഷം വരുന്നു കൽപ്പറ്റയിൽ നിന്നും വിജയിച്ചു വന്ന T സിദ്ദിഖ് അല്ലെ. വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്നും വിജയിച്ചു വന്ന T സിദ്ദിഖ് ഏതാണ് കൈകാര്യം ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ കൃഷി വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. കൽപ്പറ്റ, വയനാട് അല്ലേ. T സിദ്ദിഖിന്റെ T എടുക്കുന്നു. T എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം? തേയില അല്ലേ. ഇവിടെ വയനാട്ടിൽ തേയിലയില്ലേ? തേയില നമുക്കൊരു കൃഷിയല്ലേ അല്ലേ. സിദ്ദിഖിന്റെ ദിക്ക് നമ്മൾ എടുക്കുന്നു. ദിക്ക് എന്നിങ്ങനെ എഴുതുന്നു മലയാളത്തിൽ. സിദ്ദിഖിന്റെ ദിക്ക്. നോക്കൂ, കേരളത്തിന്റെ പ്രധാനപ്പെട്ട 4 ദിക്കിൽ നമുക്ക് ചുമ്മാ ഇങ്ങനെ പറയാം, 4 ദിക്കിൽ നോക്കിയിരുന്നാൽ നമുക്ക് കൃഷി കാണാൻ കഴിയും എന്നുള്ളതാണ്. T സിദ്ദിഖ്, ദിക്ക്. 4 കൃഷി അല്ലെ, 4 ദിക്കിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃഷി ഇങ്ങനെ കാണാം. ചില തേയിലത്തോട്ടങ്ങളിൽ 4 ദിക്കിൽ നോക്കിക്കഴിഞ്ഞാൽ കൃഷി കാണാം. T സിദ്ദിഖ് കൃഷിയാണ് കൈകാര്യം ചെയ്യുന്നത്. T സിദ്ദിഖ് എന്ത് കൈകാര്യം ചെയ്യുന്നു? കൃഷി കൈകാര്യം ചെയ്യുന്നു. അവിടെ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നു ബിന്ദു കൃഷ്ണ. കൊല്ലത്ത് നിന്ന് വിജയിച്ചു വന്ന ബിന്ദു കൃഷ്ണ വനിതാ ശിശുക്ഷേമം ഒപ്പം തൊഴിലും കൈകാര്യം ചെയ്യുന്നു. ആരാ? ബിന്ദു കൃഷ്ണ അല്ലെ. വനിതാ ശിശുക്ഷേമം ഒപ്പം എന്ത് കൈകാര്യം ചെയ്യുന്നു? തൊഴിൽ കൈകാര്യം ചെയ്യുന്നു. സിമ്പിൾ അല്ലേ? ബിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, വനിതയാണ്. വനിതകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ശിശുക്കളോടാണ് അല്ലേ. വനിതകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം ശിശുക്കളോടാണ്. അത് കഴിഞ്ഞിട്ട് അല്ലെ ശിശുക്കളോടൊപ്പം കളിക്കും, ചിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അവരെന്തിനു പോകുന്നത്? തൊഴിലിന് പോകുന്നു എന്ന് ചിന്തിക്കുക. ബിന്ദു എന്ന് പറഞ്ഞാൽ വനിത. വനിതകൾക്ക് കൂടുതൽ ഇഷ്ടം ശിശുക്കളോടാണ്, എന്നിട്ടാണ് തൊഴിലിന് പോകുന്നു. വനിത ശിശുക്കളോട്, ശിശുക്ഷേമം, തൊഴിലിന് പോകുന്നു. തൊഴിൽ കിട്ടണം. ഇപ്രാവശ്യം ചോദിക്കുക ബിന്ദു കൃഷ്ണ ആയിരിക്കും. ഏതാണ് വകുപ്പ്? തൊഴിലാണ്. ബിന്ദു കൃഷ്ണ തൊഴിലാണ്. ബിന്ദു കൃഷ്ണ.
ഇപ്രാവശ്യത്തെ കേരള നിയമസഭയിൽ 2 പ്രധാനപ്പെട്ട വനിതാ മന്ത്രിമാരാണുള്ളത്. അതിലൊന്ന് ബിന്ദു കൃഷ്ണയാണ്, മറ്റൊന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നു KA തുളസി അല്ലേ. പാലക്കാടിലെ കോങ്ങാടിൽ നിന്ന് മത്സരിച്ച് വന്ന വ്യക്തിയും കൂടിയാണ് KA തുളസി. ഹസ്ബൻഡ് MP ആണ്, ഇവര് ഇവിടെ കേരളത്തിൽ മന്ത്രിയാണ് അല്ലേ. ശ്രീകണ്ഠൻ എന്ന് പറയുന്ന പാലക്കാടുള്ള MP ആണ്. തുളസി ഇവിടുത്തെ മന്ത്രിയാണ്. പാലക്കാടാണ് ജില്ല. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പാണ് തുളസി കൈകാര്യം ചെയ്യുന്നത്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് ആര് കൈകാര്യം ചെയ്യുന്നു? തുളസി കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഞങ്ങളൊക്കെ നാട്ടില് ചിലപ്പോൾ അങ്ങോട്ടും അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നു. നമ്മൾ മിക്കവാറും വീടൊക്കെ വയ്ക്കാൻ നേരത്തെ നമ്മൾ ഈ കട്ടള എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ യൂസ് ചെയ്യല്ലേ. കട്ടള പട്ടിക അടിച്ചു വയ്ക്കും. ഓടക്കണിൽ പട്ടികയിൽ ഇങ്ങനെ അടിച്ചു വയ്ക്കും അല്ലേ. കട്ടള പട്ടിക അല്ലേ. പട്ടിക നമ്മളിങ്ങനെ അടിച്ചു വയ്ക്കൂലേ, പട്ടിക അടിക്കും. ഈ പട്ടിക അടിച്ചു വയ്ക്കാനൊന്ന് ആണി കയറ്റാനായിട്ട് നമ്മളിങ്ങനെ തുളയിടാറില്ലേ അല്ലേ. തുളയിടാറുണ്ട് അല്ലേ. ആ ഫോട്ടോ ഞാൻ കാണിച്ചു തരാം അല്ലേ. കട്ടള അല്ലെങ്കിൽ പട്ടിക. ഇവിടെ നമ്മളിങ്ങനെ ആണികളൊക്കെ അടിച്ചു കയറ്റാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? തുളകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇവിടെ തുളസി പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? KA തുളസിയാണ്. പഠിക്കാൻ എളുപ്പത്തിനാണ്, കിട്ടൂലേ KA തുളസി. യെസ്. നെക്സ്റ്റ് നമ്മൾ പ്രവേശിക്കുന്നു, വീണ്ടും അവിടെ നിന്ന് പ്രവേശിക്കുന്നു M ലിജു, എക്സൈസും സഹകരണവും. ആലപ്പുഴയിലെ കായംകുളത്ത് നിന്ന് മത്സരിച്ചു വന്ന വ്യക്തിയും കൂടിയാണ് M ലിജു. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന 2 വകുപ്പുകൾ ഏതൊക്കെയാണ്? എക്സൈസും കൈകാര്യം ചെയ്യുന്നു, ഒപ്പം സഹകരണവും കൈകാര്യം ചെയ്യുന്നു. ഇത്തിരി കഷ്ടപ്പെട്ട് കോടുണ്ടാക്കിയ ഒരു വ്യക്തി M ലിജു ആണ് അല്ലേ. ജു എന്നുള്ളത് നമുക്കൊന്ന് ഇംഗ്ലീഷിൽ എഴുതാം. ജു, ബുദ്ധിമുട്ടില്ല. അതിലാദ്യം നമ്മൾ ജു എടുക്കുന്നു. ജു ഈസിക്കൽ ടു ജ്യൂസ് എന്ന് എഴുതുന്നു. ആഹാ, ജ്യൂസ് നമുക്ക് സഹകരണത്തോടെ ഉണ്ടാക്കാം. ജ്യൂസ് നമുക്ക് സഹകരണത്തോടെ ഉണ്ടാക്കാം, കുഴപ്പമില്ല. ഈസിക്കൽ ടു ലിക്കർ. ലിക്കർ സഹകരണത്തോടെ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ ആര് പിടിക്കും? ഇവിടെ എക്സൈസ് പിടിക്കുമെന്ന് ചിന്തിച്ചാൽ പോരെ. ഇതാ നോക്കിക്കോ, M ലിജു, LIJU. ജ്യൂസ് സഹകരണത്തോടെ ഉണ്ടാക്കാം, സഹകരണ വകുപ്പ്. ലിക്കർ ഉണ്ടാക്കിയാൽ ആര് പിടിക്കും? എക്സൈസ് പിടിക്കും. അപ്പൊ ലിജു കൈകാര്യം ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഒന്ന് എക്സൈസ്, മറ്റൊന്ന് സഹകരണം. പഠിച്ചു വെച്ചോളുക. എക്സൈസും സഹകരണവുമാണ് ആര് കൈകാര്യം ചെയ്യുന്നത്? M ലിജു കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നു ഇപ്രാവശ്യത്തെ മന്ത്രിമാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയായിരിക്കുന്ന OJ ജനീഷ് അല്ലേ. തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിൽ നിന്നും വിജയിച്ചു വന്ന OJ ജനീഷാണ് ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. ഏറ്റവും പ്രായം കൂടിയ മന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ PK കുഞ്ഞാലിക്കുട്ടിയാണ്. മലപ്പുറത്ത് നിന്നും വിജയിച്ചു വന്ന PK കുഞ്ഞാലിക്കുട്ടി. OJ ജനീഷ് കൈകാര്യം ചെയ്യുന്ന പ്രധാന 4 വകുപ്പുകളാണ്. അതിലൊന്ന് യുവജനക്ഷേമം, കായികം, മ്യൂസിയം, രജിസ്ട്രേഷൻ. OJ ജനീഷ് യുവജനക്ഷേമം, കായികം, മ്യൂസിയം, രജിസ്ട്രേഷൻ. ഇപ്പോഴത്തെ യുവാക്കളെ ഒന്ന് നോക്കിക്കേ. നല്ല OJയുടെ ഓജസ് എടുത്തുകൂടി നമുക്ക്. OJ എന്ന് പറയുന്നത് ഓജസ് ആണ്. നല്ല യുവാക്കൾ അല്ലേ. യുവാക്കളെല്ലാം നല്ല ഓജസ് ആണ്. ആ യുവാക്കൾക്ക് ഓജസ് കിട്ടാനായിട്ട് അവരെന്ത് ചെയ്യണം? കായികം വർക്കൗട്ട് ചെയ്യണം അല്ലേ. അപ്പൊ യുവാക്കൾക്ക് നല്ല ഓജസ് ലഭിക്കാനായിട്ട് അവർ സ്പോർട്സിൽ എന്ത് ചെയ്യണം? വർക്കൗട്ട് ചെയ്യണം. വർക്കൗട്ട് ചെയ്തതിന് ശേഷം അവരെവിടെ പോയി രജിസ്റ്റർ ചെയ്യണം? മ്യൂസിയത്തിൽ പോയി രജിസ്ട്രേഷൻ ചെയ്യണം. എഴുതി വെച്ചിട്ടുണ്ട്. യുവാക്കൾക്ക് നല്ല ഓജസ് എന്ന് പറയുമ്പം OJ ജനീഷ്. യുവാക്കൾക്ക് നല്ല ഓജസ് കിട്ടാൻ ദിവസവും സ്പോർട്സ് ചെയ്യണം, കായികം സ്പോർട്സ് ചെയ്യണം. എന്നിട്ട് എവിടെ പോകണോടാ? മ്യൂസിയത്തിൽ പോയി രജിസ്ട്രേഷൻ ചെയ്യണം. മ്യൂസിയം രജിസ്ട്രേഷൻ ആര് കൈകാര്യം ചെയ്യുന്നു? കൊടുങ്ങല്ലൂരിൽ നിന്ന് വിജയിച്ചു വന്നിരിക്കുന്ന OJ ജനീഷ് കൈകാര്യം ചെയ്തിരിക്കുന്നു. യുവജനം, കായികം, ഒപ്പം നമ്മൾ എന്ത് പഠിച്ചു? സ്പോർട്സ്, മ്യൂസിയം, രജിസ്ട്രേഷൻ. ഇതെല്ലാം ആര് കൈകാര്യം ചെയ്യുന്നു? OJ ജനീഷാണ്. കിട്ടണം. ഇപ്പഴി പറയുന്നു, ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് വായിക്കണം. അവിടെ നിന്നും റോജി M ജോൺ, ഉന്നത വിദ്യാഭ്യാസം അല്ലേ. ഉന്നത വിദ്യാഭ്യാസം കൈകാര്യം ചെയ്തിരിക്കുന്ന വ്യക്തി റോജി M ജോൺ ആണ് അല്ലെ. എറണാകുളം ജില്ലയിലെ അങ്കമാലിയിൽ നിന്നാണ് അദ്ദേഹം വിജയിച്ചു വന്നിരിക്കുന്നു. റോജി M ജോൺ, ഉന്നത വിദ്യാഭ്യാസം.
ഉന്നത വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ IAS IPS എന്തെങ്കിലുമൊക്കെ ആവൂലേ? ആയിരിക്കും, തീർച്ചയായിട്ടും ആയിരിക്കും. എടാ അവരെല്ലാം ഫസ്റ്റിലെ ആദ്യ റോയിലല്ലേ ഇരിക്കുക? അങ്ങനെ ചിന്തിച്ചൂടെ? ആദ്യ റോയിൽ അവരിയ്ക്കും, മുൻനിരയിൽ അവരിയ്ക്കും IAS IPS അല്ലേ? അപ്പോൾ ഉന്നത വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞാൽ നമ്മൾ IAS IPS ആയിരിക്കും, ഫസ്റ്റ് റോസിൽ എന്ത് ചെയ്യും? അവരിയ്ക്കും എന്നുള്ളതാണ്. അങ്ങനെ ചിന്തിക്കാം. റോ എന്ന് കേട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് റോ എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുന്നത്, നമ്മുടെ ഒരു ഒരു രഹസ്യാന്വേഷണ ഏജൻസിയും കൂടിയാണ് അല്ലേ റോ എന്ന് പറയുന്നത്. റോ അങ്ങനെയും നമുക്ക് ചിന്തിച്ചൂടെ? അത് ഉന്നത വിദ്യാഭ്യാസം നേടുന്നവർക്ക് അല്ലേ അതിൽ ചെന്നെത്താൻ പറ്റൂ അല്ലേ? നോക്കിക്കോ ഉന്നത വിദ്യാഭ്യാസം നേടുന്ന മുൻനിരത്തിലെ അല്ലേ റോസിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. റോജിയം ജോൺ. റോ എന്നുള്ളത് ഇവിടെ ഈ റോ എന്നുള്ളത് ഇത്തിരി ഒന്ന് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. ക്ലിയർ? ശേഷം നമ്മൾ പ്രവേശിക്കുന്നു PK കുഞ്ഞാലിക്കുട്ടി. മലപ്പുറത്ത് നിന്നും വിജയിച്ചു വന്നിരിക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി 3 പ്രധാനപ്പെട്ട ഇതാണ് കൈകാര്യം ചെയ്യുന്നു. ഒന്ന് വ്യവസായം, IT, വാണിജ്യം. കുട്ടി എടുക്കുന്നു. കുഞ്ഞാലിക്കുട്ടി PK കുഞ്ഞാലിക്കുട്ടി അല്ലേ? IT, വ്യവസായം, വാണിജ്യം അല്ലേ? അതിൽ നമുക്ക് കുട്ടിയെടുക്കാം. ഇപ്രാവശ്യത്തെ കേരള നിയമസഭയിൽ ഏറ്റവും പ്രായം കൂടിയ മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് PK കുഞ്ഞാലിക്കുട്ടിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് OJ ജനീഷും കൂടിയാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം IT മേഖലയുമായിട്ടാണ് കൂടുതൽ താല്പര്യങ്ങൾ അല്ലേ? അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ മേഖലയിൽ വികസിച്ചു കഴിഞ്ഞാൽ വാണിജ്യത്തിനും വ്യവസായത്തിനും അവർക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്ക് അല്ലേ IT മേഖലയിലാണ് വാണിജ്യത്തിനും വ്യവസായത്തിനും ഇഷ്ടം. കുട്ടികൾക്ക് എന്നുള്ളത് PK കുഞ്ഞാലിക്കുട്ടി. IT മേഖലയിലാണ് IT അല്ലേ? വാണിജ്യത്തിന് വാണിജ്യം, വ്യവസായം PK കുഞ്ഞാലിക്കുട്ടി കൈകാര്യം ചെയ്യുന്നു. ഓർത്തിരിക്കുക. ശേഷം KM ഷാജി അല്ലേ? KM ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പാണ്. KM ഷാജി പഞ്ചായത്ത്, നഗരാസൂത്രണം, ഗ്രാമം ഇതൊക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പാണ് അല്ലേ? ഇപ്രാവശ്യം ഏറ്റവും സിമ്പിളായിട്ട് കിട്ടിയിരിക്കുന്ന KM ഷാജിയാണ്. പല തദ്ദേശീയ സ്ഥലങ്ങളിലും നോക്കൂ, പല തദ്ദേശീയ സ്ഥലങ്ങളിലും കോമൺ ആയിട്ടുള്ളൊരു പേര് ഷാജി എന്നാണ്. പല തദ്ദേശീയ സ്ഥലങ്ങളിലും കോമൺ ആയിട്ടുള്ളൊരു പേര് ഷാജി എന്നാണ്. ഷാജി പാപ്പാൻ. എല്ലാ തദ്ദേശീയ സ്ഥലങ്ങളിലും സാധാരണ കേൾക്കുന്ന പേരാണ് ഷാജി. കിട്ടൂലേ? എല്ലാ തദ്ദേശീയ സ്ഥലങ്ങളിലും സാധാരണമായിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ഷാജി. മലപ്പുറത്ത് നിന്നും അല്ലെ, മലപ്പുറത്തെ വേങ്ങരയിൽ നിന്ന് വിജയിച്ചു വന്ന KM ഷാജി കിട്ടണം. തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് ആര് കൈകാര്യം ചെയ്യുന്നു? KM ഷാജി കൈകാര്യം ചെയ്യുന്നു. ശേഷം പ്രവേശിക്കുന്നു N ഷംസുദ്ദീൻ അല്ലെ? വിദ്യാഭ്യാസം, വഖഫ് എല്ലാം പുള്ളിയുടെ കീഴിലാണ്. നമുക്കിവിടെ പ്രധാന വിദ്യാഭ്യാസമാണ് പൊതുവിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസം റോ. ഫസ്റ്റ് റായിലാണ് ഇരിക്കുന്നത് അല്ലെ? നമ്മളങ്ങനെ റോ എന്ന് പഠിച്ചു. N ഷംസുദ്ദീൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിൽ നിന്ന് വിജയിച്ചു വന്ന M ഷംസുദ്ദീനാണ് വിദ്യാഭ്യാസം. ഷംസുദ്ദീൻ അല്ലേ? ശ്രദ്ധിച്ചോ? ഷംസുദ്ദീൻ ദീൻ ഷംസുദ്ദീൻ എന്നെഴുതി. ദിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം. നമ്മളിന്ന് 2 ഹിന്ദി വാക്ക് പഠിക്കും. ദിൻ എന്ന് പറഞ്ഞാൽ ദിവസം. ദിവസവും നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നില്ലേ? ആരെങ്കിലൊക്കെ ചെയ്യുന്നില്ലേ ദിവസം? ഷംസുദ്ദീൻ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട് അല്ലെ? ജോലി കിട്ടും വരെയും നമ്മൾ ചെയ്യും. ശേഷം പലരും വന്ന് വീണ്ടും ദിവസം എന്ത് ചെയ്യുന്നുണ്ട്? വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ദിവസവും നിങ്ങൾ ക്ലാസ് എടുത്തെങ്കിൽ അത് നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നവരാണ്. ദിവസം നമ്മൾ വിദ്യാഭ്യാസം ചെയ്യുന്നു. ഷംസുദ്ദീൻ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ഷംസുദ്ദീനാണ്. അവിടെ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നു. അതാ എഴുതി വെച്ചിട്ടുണ്ട് ദിവസവും വിദ്യാഭ്യാസം ചെയ്യുന്നവരാണ് നമ്മൾ. വിദ്യാഭ്യാസം ഷംസുദ്ദീൻ വിദ്യാഭ്യാസം. ശേഷം നമ്മൾ മുന്നോട്ട് പ്രവേശിക്കുന്ന PK ബഷീർ അല്ലെ? പൊതുമരാമത്ത് വകുപ്പാണ് PK ബഷീർ കൈകാര്യം ചെയ്യുന്നു അല്ലെ? ഏറനാട് അല്ലെ? മലപ്പുറത്ത് ഏറനാട് നിന്നും വിജയിച്ചെന്ന വ്യക്തിയും കൂടിയാണ് PK ബഷീർ എന്ന് പറയുന്നത്. ഇപ്രാവശ്യം നമ്മൾ നന്നായിട്ടൊന്നിരുന്ന ഒരു പേരും കൂടിയായിരുന്നു PK ബഷീർ. എങ്ങനെ കോടുണ്ടാക്കണമെന്ന് വിചാരിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു കുഞ്ഞു കാര്യമാണ് ബഷീറിന്റെ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന കൃതിയും പലരും പഠിച്ചിട്ടുണ്ടായിരിക്കും. ആണോ അല്ലേ? ബഷീർ പാത്തുമ്മയുടെ ആട് അല്ലേ? 10ാം ക്ലാസ്സിന്റെ സെക്കൻഡ് പേപ്പറിൽ അല്ലേ? അതൊരു പൊതുവായിട്ടുള്ള ഒരു ബുക്കായിരുന്നു പാത്തുമ്മയുടെ ആട്
അല്ലേ? ആടിനെ നമ്മൾ വല്ല മരത്തിലായിരിക്കും കെട്ടിയെടുക്കുക എന്ന് ചിന്തിക്കുക. പൊതുമരാമത്ത്. ബഷീറിൻ്റെ ആട് പൊതുവായ ബുക്കാണ്. നമ്മൾ മരത്തിൽ കെട്ടിയിടുന്നു. പൊതുമരാമത്ത്. കിട്ടിയില്ലേ? ബഷീർ അല്ലേ? പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്ന കൃതി എഴുതിയ ബഷീർ വേറെയാണ്. ഇവിടെ നമുക്ക് അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബഷീറിനെ കൂടി കൊണ്ടുവരിക എന്നുള്ളത്. ഓക്കെ, അതൊരു പൊതുവായിട്ടുള്ള ഒരു ബുക്കാണ് എന്ന് ചിന്തിക്കുന്നു. അവിടെ നമ്മൾ പൊതു എഴുതുന്നു. ആടിനെ നമ്മൾ ഇവിടെ കെട്ടുന്നു, വല്ല മരത്തിലും കെട്ടുന്നു. പൊതു മരാമത്ത് വകുപ്പ്. ആര് കൈകാര്യം ചെയ്യുന്നു? PK ബഷീർ. പാത്തുമ്മയുടെ ആട് ഓർത്തിരിക്കുക അല്ലേ? പൊതുവായി പഠിക്കുന്ന ഒരു ബുക്കാണെന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഒന്ന് കളർ ചെയ്ത് പോട്ടെ. പൊതുവായി പഠിക്കുന്ന ഒരാവശ്യമില്ലായിരുന്നു. പഴയ പേനയിലോട്ട് താൻ പോകുന്നു. പൊതുവായി പഠിക്കുന്ന ഒരു ബുക്കാണെന്ന് പറയുന്നു. നമ്മൾ മരത്തിൽ കിട്ടുന്നു. പൊതുമരാമത്ത് വകുപ്പ്. PK ബഷീറാണ് പൊതുമരാമത്ത് വകുപ്പ് ആര് കൈകാര്യം ചെയ്യുന്നു? PK ബഷീറിൽ നിന്ന് നമ്മൾ പ്രവേശിക്കുന്നു. VE അബ്ദുൽ ഗഫൂർ. വീണ്ടും കുറച്ച് സമയം ഇരിക്കേണ്ടി വന്നതായിരുന്നു അല്ലേ അബ്ദുൽ ഗഫൂർ അല്ലെ? എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ നിന്നും വിജയിച്ച വ്യക്തിയും കൂടിയാണ് VE അബ്ദുൽ ഗഫൂർ. VE അബ്ദുൽ ഗഫൂർ ഫിഷറീസും സാമൂഹ്യനീതിയും ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ. ഗഫൂർ കാ ദോസ്തിനെ വന്നത്. ഗഫൂർ കാ ദോസ്ത് അല്ലേ? ഗഫൂർ കാ ദോസ് മോഹൻലാലിനെയും ശ്രീനിവാസനെയും അല്ലേ ദുബായിലേക്ക് പറഞ്ഞു വെച്ച ഗഫൂർ കാ ദോസിനെ മറക്കാൻ പറ്റുമോ മലയാളികൾക്ക്? അല്ലേ? ഒരു സാമൂഹ്യ നീതിയാണ് ഗഫൂർ കാ ദോസ് അവിടെ ചെയ്തു അല്ലേ? സാമൂഹ്യ നീതിയാണ് ചെയ്തത്. അവിടെ പോയിട്ട് അവരെന്ത് വിൽക്കുകയായിരുന്നു? പിള്ളേരെ പച്ചക്കറിയും ഫിഷറീസും വിൽക്കുകയായിരുന്നു അല്ലേ? ഫിഷും പച്ചക്കറിയും അല്ലേ? മീനും പച്ചക്കറിയൊക്കെ വിറ്റായിരുന്നു അവർ ജീവിച്ച ആ സിനിമ അല്ലേ? നാടോടിക്കാറ്റ് മറക്കാൻ പറ്റുമോ? ദേ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഗഫൂർ കാ ദോസ്ത് അല്ലേ? ഗഫൂർ കാ ദോസ്ത്. ഗഫൂർ കാ ഗഫൂർ അവിടെ നമുക്ക് കിട്ടും. ആ പേര് അവിടെ കിട്ടും. അബ്ദുൽ ഗഫൂർ എന്ന് തന്നെ ഓപ്ഷനിൽ ഗഫൂർ അല്ലേ? ഗഫൂർ അവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു? സാമൂഹ്യ പരിപാടിയാണ് ചെയ്തത്. പക്ഷേ പോയി മീൻ വിറ്റു. മീൻ ഫിഷറീസ് അല്ലേ? അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ നമുക്ക് കിട്ടണം. അതിലൊന്ന് സാമൂഹ്യനീതി, മറ്റൊന്ന് ഫിഷറീസ്. ഗഫൂർ സാമൂഹ്യനീതിയും ഫിഷറീസുമാണ്. മോൻസ് ജോസഫ് ജലവിഭവ വകുപ്പും ജലസേചനവും അല്ലേ? കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ നിന്ന് വിജയിച്ച വ്യക്തിയും കൂടിയായിരുന്നു മോൻസ് ജോസഫ് എന്ന് പറയുന്ന വ്യക്തി. രണ്ട് പ്രധാനപ്പെട്ടതാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നു. ജലവിഭവ വകുപ്പും ജലസേചനം. നമുക്കൊരു മോനുണ്ടെങ്കിൽ എന്താ പറയുന്നത്? അതിനൊക്കെ വെള്ളത്തിൽ കളികളായിരിക്കും, ജലത്തിൽ കളിയായിരിക്കും. മോനെ ജലത്തിൽ കളിക്കരുത്. മോനെ ജലത്തിൽ കളിക്കരുത്. മോനെ ജലത്തിൽ ജലവിഭവവും ജലസേചനവും. കേട്ടോ? മോനെ ജലത്തിൽ കളിക്കരുത്. മോൻസ് ജോസഫ്. മോനെ ജലത്തിൽ കളിക്കരുത്. അത്ര കാര്യം കിട്ടിയാൽ മതി. മോൻസ് ജോസഫ്. എന്താ വരുന്നു? ഷിബു ബേബി ജോൺ. വനസംരക്ഷണം, നൈപുണ്യ വികസനം. കൊല്ലം ജില്ലയിലെ ചവറയിൽ നിന്നും വിജയിച്ചെന്ന വ്യക്തിയും കൂടിയാണ് ഷിബു ബേബി ജോൺ അല്ലേ? വനസംരക്ഷണവും നൈപുണ്യ വികസനവും അല്ലേ? സ്കിൽ ഡെവലപ്മെന്റും ഫോറസ്റ്റും. ഇനി നോക്കിക്കോ, പേരെന്താ? ഷിബു ബേബി ജോൺ അല്ലേ? ഷിബു ബേബി എന്ന് പറഞ്ഞാൽ കുട്ടികൾ. അവിടെ ഒരു കാര്യം ഒന്ന് ചിന്തിച്ചേ. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കേക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുകൾ ഉണ്ടാക്കാൻ നല്ല സ്കിൽ വേണ്ടേ? വേണം. അതേ നോക്കിയേ, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേക്ക് ബ്ലാക്ക് ഫോറസ്റ്റ് വനം. ഇതുണ്ടാക്കാൻ നല്ല സ്കിൽ വേണം. സ്കിൽ ഡെവലപ്മെന്റ്, നൈപുണ്യ വികസനം അല്ലേ? നൈപുണ്യ വികസനം. കിട്ടൂലേ? അപ്പൊ ഷിബു ബേബി ജോൺ രണ്ടാണ്. ഷിബു ബേബി ജോൺ എന്ന പേര് നമ്മൾ ഷിബു ബേബി ജോൺ എന്ന പേര് കേൾക്കുമ്പോൾ ബേബി എടുക്കാൻ നമ്മുടെ മനസ്സിൽ വരേണ്ടത് ഒരു കേക്ക് ആവും പറഞ്ഞായിരുന്നു. യെസ്, കേക്ക് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് അല്ലേ? ബ്ലാക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ വനമാണ്. ആ കേക്ക് ഉണ്ടാക്കാൻ നല്ല സ്കില്ല് വേണം അല്ലേ? എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കണം, നമുക്കൊന്ന് കേക്ക് ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞുകൂടാ അല്ലേ? സ്കിൽ ഡെവലപ്മെന്റ്, നൈപുണ്യ വികസനം. ബ്ലാക്ക് ഫോറസ്റ്റിന്റെ വനം കൊണ്ടുപോവുക, ഫോറസ്റ്റ് കൊണ്ടുപോവുക. ക്ലിയർ. അടുത്തതിലോട്ട് പോകുന്നു. അനൂപ് ജേക്കബ്. ഉപഭോക്തൃ കാര്യം, കൺസ്യൂമർ അല്ലേ? മറ്റൊന്ന് ഭക്ഷ്യം, സിവിൽ സപ്ലൈസ്. എറണാകുളത്ത് നിന്നും വിജയിച്ചെന്ന വ്യക്തിയും കൂടിയാണ് അനൂപ് ജേക്കബ്. നോക്കൂ, ഇതിനകത്ത് നിങ്ങൾ ഇങ്ങനെ അങ്ങ് പഠിച്ചു പോകണം എന്നായിരുന്നു എൻ്റെ അവസാന പ്ലാൻ വരെയും. പക്ഷെ അവസാനം ഞാൻ ഇതിനകത്ത് നിന്നൊരു സാധനം കണ്ടെത്തി. നമ്മൾ എടുക്കുന്നു, ജേക്കബിൻ്റെ ബ് എടുക്കുന്നു. അബ് എന്ന ഹിന്ദി വാക്കെടുത്തു ഞാൻ. അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് എന്ന് നമുക്ക് കിട്ടും. അബ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് എന്ന് കിട്ടും. നോക്കിയോ,
നമുക്കിപ്പോൾ എന്ത് കാര്യത്തിനും ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപയോഗിക്കാവുന്നതാണ്. അനൂപ് ജേക്കബ് അബ് അല്ലേ? അനൂപ് ജേക്കബ് അബ് ഇപ്പോൾ എന്നാണ്. ഇപ്പോൾ നമുക്ക് എന്ത് കാര്യത്തിനും ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലേ? നോക്കൂ, കൺസ്യൂമർ ആക്ട് പ്രകാരം നമുക്ക് ഭക്ഷ്യ സിവിൽസ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കാം എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ നിന്ന് ഓർത്ത് വെച്ചോളുക എന്നുള്ളതാണ്. അപ്പോൾ അനൂപ് ജേക്കബ് ചോദിക്കുകയാണെങ്കിൽ ഉപഭോക്തൃ സംരക്ഷണമാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ക്ലിയർ. ഇനി നമുക്ക് ഈ മന്ത്രിസഭയിൽ ഏറ്റവും അവസാനം പറയാനുള്ള ഒരു വ്യക്തി CP ജോൺ ആണ്. പിള്ളേരെ CP ജോൺ ജലഗതാഗതം കൈകാര്യം ചെയ്യുന്നത് CP ജോൺ ആണ്. ജലവിഭവ വകുപ്പ് മന്ത്രിയാണ്. നമ്മളവിടെ മോൻസ് അവിടെ പഠിച്ചത് മോനെ. CP ജോൺ സിമ്പിൾ. ഗതാഗതങ്ങളിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹോൺ അല്ലേ? ജോൺ ഹോൺ അടിക്കുന്നത് നമ്മൾ ഗതാഗതങ്ങളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോൺ അടിക്കുന്നു എന്നുള്ളതാണ് അല്ലേ? ഇല്ലെങ്കിൽ നമുക്കറിയാം ഒരു വ്യക്തി ജോൺ ഹോനായി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിനേക്കാളും വേണ്ട കാര്യം ഒരുപാട് ജോൺമാർ ഇവിടെ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ജോൺ എന്നുള്ളത് ഹോൺ എന്ന് ഓർത്ത് വെച്ചോളുക. CP ജോൺ ഹോൺ എന്ത് കൈകാര്യം ചെയ്യുന്നു, ഗതാഗതം കൈകാര്യം ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നിന്നും ജയിച്ചു വന്ന CP ജോൺ ആണ് ഗതാഗതം കൈകാര്യം ചെയ്യുന്നത്. ക്ലിയർ. കാര്യം ഇത്രയും മന്ത്രിമാരുണ്ട്. ഈ മന്ത്രിമാരുടെ എല്ലാ വകുപ്പുകൾ കൂടി പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. പ്രധാനപ്പെട്ട വകുപ്പുകളാണ്. മാക്സിമം എന്നാൽ കഴിയുന്ന കോഡുകളൊക്കെ വെച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഇനി നമുക്ക് 1-2 കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യാം, ഒന്ന് നോട്ട് ചെയ്തിട്ട് പോകാം. നോക്കൂ, പ്രതിപക്ഷ നേതാവ് ചോദിക്കുകയാണെങ്കിൽ ആരാണ്? പിണറായി വിജയനാണ് പ്രതിപക്ഷ നേതാവായിട്ട് വന്നിരിക്കുന്നത്. മുൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിട്ട് വന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കേണ്ടത് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അല്ലേ? വഞ്ചിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്പീക്കർ വെച്ച് ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. വഞ്ചിയിൽ സ്പീക്കർ വെച്ച് പോകുന്നതായിട്ട് ചിന്തിക്കുക. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ആ വഞ്ചിയിൽ ഒരു മാൻ കൂടി ഇരിപ്പുണ്ട് എന്ന് ചിന്തിച്ചാൽ മതി. ഷാനിമോൾ ഉസ്മാൻ അല്ലെങ്കിൽ മോൾ ഇരിക്കുന്നു എന്ന് ചിന്തിച്ചാൽ മതി. ഡെപ്യൂട്ടി സ്പീക്കർ. അപ്പൊ സ്പീക്കർ ആരെന്ന് ചോദിക്കണമെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും, ഡെപ്യൂട്ടി സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ ഷാനിമോൾ ഉസ്മാനുമാണ് ഡെപ്യൂട്ടി സ്പീക്കർ. പിന്നെ വന്നിരിക്കുന്നത് പ്രോട്ടേം സ്പീക്കർ G സുധാകരൻ. ആലപ്പുഴയിലെ അമ്പലപ്പുഴയിൽ നിന്ന് വിജയിച്ചു വന്ന G സുധാകരനാണ് പ്രോട്ടേം സ്പീക്കറായിട്ട് അല്ലെ? പ്രോട്ടേം സ്പീക്കർ G സുധാകരനായിട്ട് വന്നിരിക്കുന്നു. പിന്നെ 1-2 നിയമനങ്ങളാണ്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അബു ജോൺ ജോസഫ് ആണ് ചീഫ് വിപ്പായിട്ട് വന്നിരിക്കുന്നത്. അബു ജോൺ ജോസഫ്. ഇനി 2 പ്രധാനപ്പെട്ട നിയമനങ്ങളാണ്. അതിലൊന്ന് അഡ്വക്കേറ്റ് ജനറൽ ആര് എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് ജനറൽ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ ജയ്ജു ബാബു. അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? ജയ്ജു ബാബു. ഇനി ഇത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അസഫ് അലി എന്നാണ്. അസഫ് അലി എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിട്ട് വന്നിരിക്കുന്നത്. അസഫ് അലി എന്ന് പറഞ്ഞൊരു വ്യക്തിയും കൂടിയാണ്. അപ്പൊ ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഏകദേശം ഓക്കെ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏകദേശം ഓക്കെ ആയിരിക്കണം എന്നാണുള്ളത്. നിങ്ങൾക്ക് കോഡ് മുഖാന്തരം കുറേ കാര്യങ്ങൾ പെട്ടെന്ന് അല്ലെ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്യുക. ഇതിന്റെ നോട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ ട്രിക് ട്രെയിനിന്റെ ടെലഗ്രാം ചാനലിൽ നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പൊ നമ്മൾ LD ബാച്ചൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. LD ബാച്ചിൽ ഇതുവരെയും ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ എന്ത് ചെയ്യുക, എത്രയും വേഗം ജോയിൻ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്കപ്പോൾ വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.